അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം അമേരിക്കൻ പൗരത്വം ലഭിക്കും എന്നുള്ള ജന്മാവകാശ പൗരത്വം എന്ന നിയമം വാസ്തവം പറഞ്ഞാൽ അമേരിക്കയെ മഹത്തരമാക്കിയ അമേരിക്കയിലേക്ക് ജനത്തെ ആകർഷിച്ച കാര്യങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ഏത് വിസയിൽ വന്നാലും പിന്നെ ചുരുക്കം ചില നയതന്ത്ര വിസയിലുള്ളവരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് ഡിപ്ലോമാറ്റ്സ് അവരൊഴിച്ച് ബാക്കി എല്ലാവർക്കും ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഒക്കെ ഉള്ളവർക്കെല്ലാം ജന്മാവകാശ പൗരത്വം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് പ്രസവിക്കാറായ സ്ത്രീകളൊക്കെ പിന്നെ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത്. ചിലരെ ഇവിടെ പ്രസവിക്കാൻ സമ്മതിക്കാതെ തിരിച്ചയച്ച സംഭവങ്ങളുമുണ്ട്. അപ്പം ട്രംപ് പ്രസിഡന്റ് ആയ ഉടനെ തന്നെ ഇട്ട ഉത്തരവാണ് ജന്മാവകാശ പൗരത്വം റദ്ദാക്കുന്നു. അതായത് ഇവിടെ ലീഗൽ ഇമിഗ്രൻസ്, ഗ്രീൻ കാർഡ് ഉള്ളവരും പൗരത്വമുള്ളവരും അവരുടെ മക്കൾക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ, ജന്മാവകാശ പൗരത്വം ലഭിക്കൂ എന്നാണ് ആ ഉത്തരവിൻ്റെ പിന്നെ അർത്ഥം. ബാക്കിയുള്ളവർക്ക്, അതായത് താൽക്കാലിക വിസയിൽ വന്നവർ, ഈ ജോലിക്ക് വേണ്ടി വന്നവർ, H1 വിസയിലും മറ്റും വന്നവർ, പിന്നെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവർ, പിന്നെ ഈ പ്രസവ ടൂറിസമായിട്ട് വരുന്നവർ, ഇവരുടെ ഒന്നും മക്കൾക്കൊന്നും ഇവിടെ പൗരത്വം ലഭിക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആ ഉത്തരവ്. അതിനെ കയ്യോടെ ചോദ്യം ചെയ്തുകൊണ്ട് 22 സ്റ്റേറ്റുകൾ അതിനെതിരെ കോടതികളിൽ പോയി. പിന്നെ മെരിലാൻഡ്, മാസച്യുസെറ്റ്സ്, ഇങ്ങനെ പിന്നെ വാഷിങ്ടൺ, ഇങ്ങനെയുള്ള പല കോടതികളിൽ പോയി. ആ കോടതികളെല്ലാം ഈ ട്രംപിൻ്റെ ഉത്തരവ് താൽക്കാലികമായിട്ട് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വിട്ടു. അപ്പോൾ അത് ഈ ഏതെങ്കിലും ഒരു ജില്ലാ കോടതിയിൽ, ഫെഡറൽ കോടതി ഒരു ഉത്തരവിട്ടാൽ അത് ദേശവ്യാപകമായിട്ട് ബാധകമാണ് എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. ഇന്നിപ്പം സുപ്രീം കോടതിയുടെ, അപ്പോൾ അതനുസരിച്ച് ഈ കോടതികളുടെ വിധി അനുസരിച്ച് പിന്നെ ട്രംപിൻ്റെ ഉത്തരവ് ദേശവ്യാപകമായിട്ട് നിർത്തിവെച്ചു. അപ്പോഴത്തേക്ക് പിന്നെ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം പൗരത്വം ലഭിക്കും എന്നുള്ള ആ പിന്നെ പഴയ നില പിന്നെ പുനഃസ്ഥാപിക്കാനാണ് ഈ ഉത്തരവ്, താൽക്കാലികമായിട്ടുള്ള ഉത്തരവ് കൊണ്ട് ഇടയായത്. അപ്പോൾ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഈ ഫെഡറൽ കോടതികൾക്ക് ഇങ്ങനെ ദേശവ്യാപകമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരമൊന്നുമില്ല. അവരുടെ മുന്നിൽ വരുന്ന കേസിൽ തീരുമാനമെടുക്കാം, അതിൻ്റെ കക്ഷികൾക്ക് അത് ബാധകമാകും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 22 സ്റ്റേറ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ഹർജിക്കാർ, പിന്നെ ഗർഭിണികളായ സ്ത്രീകൾ, പിന്നെ ചില സംഘടനകൾ, ഇമിഗ്രേഷൻ സംഘടനകൾ, ഇവരൊക്കെയാണ് പിന്നെ ഈ കോടതികളെ സമീപിച്ചത്. അപ്പോൾ അവർക്ക് ഈ ഉത്തരവ് ബാധകമാകും എന്നല്ലാതെ അത് ദേശവ്യാപകമായിട്ട് ഈ ഉത്തരവുകൾ ബാധകമാകില്ല. ഈ കോടതി പിന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ, അതായത് പ്രസിഡന്റിൻ്റെ ഏകാധിപത്യത്തെ എതിർക്കുന്നവർ ഈ കോടതികളുടെ ഏകാധിപത്യത്തെയും എതിർക്കണം, അത് അനുകൂലിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിധികളെ, ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയ സ്റ്റേറ്റുകളിൽ ഈ നിയമം തൽക്കാലം നടപ്പിലാവില്ല, കാരണം അതിൻ്റെ ഒരു തീരുമാനം ആകുന്നത് വരെ. ഇനി മറ്റ് സ്റ്റേറ്റുകളിൽ 28 സ്റ്റേറ്റുകൾ ഹർജിക്കൊന്നും പോയില്ല. അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ ജന്മാവകാശ പൗരത്വം കൊടുക്കുന്നത് കൊടുക്കാതിരിക്കാം. പിന്നെ അത് അവരാണ് തീരുമാനിക്കുക കൊടുക്കണോ വേണ്ടയോ എന്ന്. അപ്പം പിന്നെ ഈ ഉത്തരവനുസരിച്ച്, പ്രസിഡന്റിൻ്റെ ഉത്തരവനുസരിച്ച് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തായാലും ഈ 30 ദിവസത്തേക്ക് ഈ ഉത്തരവ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷമേ ഇത് പ്രാബല്യത്തിൽ വരുകയുള്ളൂ. അപ്പം 30 ദിവസം കഴിഞ്ഞാൽ ഈ പ്രസിഡന്റിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഈ 28 സ്റ്റേറ്റുകളിൽ പിന്നെ പൗരത്വം കിട്ടണമെന്നില്ല. പിന്നെ അതിനെപ്പറ്റിയുള്ള കൃത്യമായ തീരുമാനങ്ങളൊക്കെ നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ 22 സ്റ്റേറ്റുകളിൽ തൽക്കാലം ആ നിയമം ബാധകമാകില്ല. ഇനി ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും പല കോടതികൾ പല രീതിയിൽ തീരുമാനം എടുക്കുമ്പോൾ അവസാനം സുപ്രീം കോടതി പ്രശ്നം സുപ്രീം കോടതിയിലെത്തും. സുപ്രീം കോടതി അന്നേരമാണ് ഒരു തീരുമാനം എടുക്കുക, പിന്നെ ഈ ജന്മാവകാശ പൗരത്വം വേണോ വേണ്ടയോ, പിന്നെ അത് ശരിയാണോ, പ്രസിഡന്റിൻ്റെ ഉത്തരവ് ശരിയാണോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് എന്ന് വരുമെന്നോ എത്ര കാലമെടുക്കുമെന്നോ നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ ഈ കൺഫ്യൂഷൻ നിലനിൽക്കും എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ ഈ 22 സ്റ്റേറ്റുകൾ ഏതെന്നും 28 സ്റ്റേറ്റുകൾ ഏതെന്നും നമ്മൾ ഈ മലയാളിയിൽ അതിനെപ്പറ്റി കൊടുക്കുന്നതാണ്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ജന്മാവകാശ പൗരത്വത്തിന് ഏറ്റവും ഒരു തിരിച്ചടിയാണ് ഈ ഉത്തരവ് എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. അതുതന്നെയാണ് ഈ നിയമവിദഗ്ധരും അതുപോലെ തന്നെ ഈ ഡിസെൻഡിങ് ജഡ്ജിമാർ, 9 ജഡ്ജിമാരിൽ 6 കൺസർവേറ്റീവ് ജഡ്ജിമാരാണ് ഈ തീരുമാനം എടുത്തത്. ജസ്റ്റിസ് എമി ബാരി കോണറ്റ് അവരാണ് ഈ തീരുമാനമെടുത്തത്, തീരുമാനം എഴുതിയത്. പിന്നെ മറ്റ് ജഡ്ജിമാർ, എമി കോണി ബാരറ്റ്, മറ്റ് ജഡ്ജിമാർ 3 ജഡ്ജിമാർ, ലിബറലായിട്ടുള്ള 3 ജഡ്ജിമാർ ഇതിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചു. ഇത് നിയമവാഴ്ചയും ഈ നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റദ്ദാക്കുന്ന ഒരു നിലപാടാണ്. കാരണം ഒരു ഫെഡറൽ കോടതിയിൽ പോയാൽ ആ ഫെഡറൽ കോടതിയുടെ ഉത്തരവ്
ദേശവ്യാപകമായിട്ട് തടഞ്ഞില്ലെങ്കിൽ ഇനി ഓരോ കോടതിയിലും നമുക്ക് പോകാൻ പറ്റുമോ? ഓരോ സ്റ്റേറ്റിൽ നിന്നും 50 കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? 50 അടുത്ത്. അപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്ലാസ് ആക്ഷൻ സ്യൂട്ടായിട്ട് ഫയൽ ചെയ്യാം. പല സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരെല്ലാം കൂടി ചേർന്ന് ഒരു സ്യൂട്ട് ഏതെങ്കിലും ഒരിടത്ത് കൊടുക്കാം. പലയിടത്തു നിന്നുള്ളവർ. അപ്പം അത് എല്ലായിടത്തും ബാധകമാകും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എളുപ്പമുള്ള കാര്യമാണോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഫെഡറൽ കോടതിയിൽ പോയി ദേശവ്യാപകമായിട്ടുള്ള ഒരു തീരുമാനം കിട്ടുക എന്നുള്ളത് അസാധ്യമായി തീരുന്നൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അതാത് സ്ഥലങ്ങളിൽ മാത്രമേ അത് ബാധകമുള്ളൂ. ഇപ്പം കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ അത് കേരളത്തിൽ മാത്രമേ ബാധകമാകുള്ളൂ എന്ന് പറയുന്ന പോലെയാണത്. അങ്ങനെ വരുന്ന സ്ഥിതി വരുമ്പോഴത്തേക്ക് മറ്റുള്ളിടത്ത് അത് ബാധകമല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോഴേ അത് എല്ലായിടത്തും ബാധകമാകൂ എന്നുള്ളൊരു സ്ഥിതി വരും. എന്തായാലും ഈ പ്രശ്നം നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ. കാരണം നമ്മുടെയൊക്കെ ആളുകളാണ് ധാരാളം പേര് H1 വിസയിലും മറ്റു വിസകളിലും ഒക്കെ ഉള്ളവർ. അവരെല്ലാം ഇവിടെ പൗരത്വം കിട്ടുകയും ഇവിടെ അമേരിക്കക്കാരായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടിയാണ് ഇങ്ങനെയുള്ള ഈ ട്രംപിൻ്റെ ഉത്തരവ്. ഒരു തിരിച്ചടിയായിരുന്നു. ആ ഉത്തരവിനെ ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഇപ്പം സുപ്രീം കോടതി വിധി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് കൃത്യമായ ഒരു അവസ്ഥയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം.